ഇന്ന് ചേരപ്പാടി ഹോസ്പിറ്റലിൽ നിന്ന് 2 പേർ വന്നിട്ടുണ്ട് അല്ലേ? ആരെങ്കിലും പോയോ? 3 പേര് വന്നിട്ടുണ്ട്. അവരവിടെ FH ഗ്രൂപ്പിന്റെ ശാസ്ത്രീയ സംഘത്തിന്റെ നേതാക്കന്മാരാണ്. അവരെ ഇത് വന്നത് ഞാൻ നിർബന്ധമായിട്ട് മാറണമെന്നും പറഞ്ഞു. അടുത്ത ആഴ്ചയിൽ നമ്മൾ എത്ര ലക്ഷം രൂപയ്ക്കാണ് മൈക്രോ ഫിനാൻസ് ലോൺ വെക്കുന്നത്? എത്രയാ രൂപ ഉദ്ദേശിക്കുന്നത്? 13 ലക്ഷമാണ് അവർ എടുത്തത്. ഇപ്പൊ ഇനി എടുക്കാൻ പോകുന്നത് 15 ലക്ഷം രൂപ എടുക്കുന്നതിനുള്ള നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് എടുക്കുക. എല്ലാവർക്കും ഉണ്ട്. അവർ ആദ്യം 2 ലക്ഷം രൂപയാണ് മൈക്രോ ഫിനാൻസിൽ എടുത്തത് അല്ലെ? അത് പടിപടിയായി ഉയർന്നു വന്ന് ഇന്ന് അവർ 12 ലക്ഷം രൂപ എടുത്തിട്ട് തിരിച്ചടച്ചിട്ട് 15 ലക്ഷം രൂപ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് വന്നത്. അപ്പൊ ഇത് മൈക്രോ ഫിനാൻസ് പദ്ധതി SNDP മാത്രമല്ല KVMF നടക്കും എന്നതിന്റെ തെളിവാണ്. അതെന്താകട്ടെ, നമുക്ക് അത് ചരിത്രത്തിന്റെ മറ്റൊരു വസ്തുത അതൊക്കെ നിൽക്കട്ടെ. ഞാൻ ആ വക കാര്യങ്ങളൊന്നും പോകണം. പക്ഷെ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞത് മാത്രം അവസാനിക്കാം. എന്താണ് അമ്മമാർക്ക് പുതിയ തലമുറയെ സൃഷ്ടിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം? നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അല്ലെ? നമുക്ക് പേടിയാണ്. നമ്മുടെ ആൺമക്കളാണെങ്കിലും ശരി പെൺമക്കളാണെങ്കിലും ശരി ഇവന്റെ പാത എങ്ങോട്ടാണ് എന്ന് ഒരു 10ാം ക്ലാസ് കഴിയുമ്പോൾ തൊട്ട് നമ്മൾ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു യുദ്ധം നടക്കുന്നില്ലേ? ആരൊക്കെ? ഇസ്രായേലും അല്ലേ? ഈ ഇസ്രായേലുകാര് അവിടുത്തെ അമ്മമാരെ കുറിച്ച് പറഞ്ഞ അവസാനിപ്പിക്കുക. അവരുടെ രാജ്യം ഒന്നുമില്ലായിരുന്നു അല്ലേ? പല പ്രദേശങ്ങളിലൂടെ അവരെ ഓടി. അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഇന്ത്യക്കാർ അവരെ ഇരുകൈന്ന് സ്വീകരിച്ചവരാണ്. ഒന്നുമില്ലാതെ ഉടുതുണിയും മറുതുണിയില്ലാതെ ഓടിയ ഈ ഇസ്രായേലുകാരെ എങ്ങോട്ടൊക്കെ നമ്മള് യൂതത്തിനൊക്കെ ഇല്ലായിരുന്നോ എറണാകുളത്ത് അല്ലെ? നമ്മൾ കൈ നീട്ടി സ്വീകരിച്ചു. പക്ഷെ അവർക്ക് വർഷങ്ങൾക്ക് ശേഷം രാജ്യമുണ്ടായി. വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽ രാജ്യമുണ്ടായപ്പം അവർ എത്രയോ തലമുറയ്ക്ക് ശേഷമാണ് അവർക്ക് ആ രാജ്യം കിട്ടിയത്. അവർ മുഴുവൻ തിരിച്ചു പോയി. എങ്ങോട്ട് പോയി? എന്റെ രാജ്യം എനിക്ക് ലഭിച്ചിരിക്കുന്നു, എന്റെ സംസ്കാരം എനിക്ക് ലഭിച്ചിരിക്കുന്നു, ഞാൻ അതുകൊണ്ട് എങ്ങോട്ട് പോവാണ്? എന്റെ രാജ്യത്തേക്ക് പോവാണെന്ന് പറഞ്ഞ് യുവതമാരൊക്കെ പോയി അല്ലേ? എന്തുകൊണ്ട് പോയി? അവര് പല രാജ്യത്തായിരുന്നു, പല വിശ്വാസത്തിലായിരുന്നു, പല സംസ്കാരത്തിന്റെ ഇടയിലാണ് ആൾക്കാരുന്നത്. പക്ഷെ അവർക്ക് സ്വന്തം രാജ്യം കിട്ടി അവരെല്ലാരും പോയി. ആരാണ് അതിന് കാരണക്കാരൻ? തലമുറകളിലൂടെ വളർന്നു വന്ന മക്കളോട് യൂതന്റെ സംസ്കാരം അല്ലെ? അവരുടെ സംസ്കാരം തലമുറകൾ കൈമാറി ഇത് ഒരിക്കൽ നമുക്ക് നമ്മുടെ രാജ്യം കിട്ടും, നമുക്ക് അങ്ങോട്ട് പോകണം മക്കളെ എന്ന് പഠിക്കുന്നത് ആരാ? അച്ഛന്മാരാണോ? അച്ഛന്മാരല്ല, അമ്മമാരാണ്. അതുകൊണ്ട് അമ്മമാർക്കുള്ള പങ്ക് ആ ഒറ്റ ചിത്രത്തിലൂടെ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ്.